ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പുതിയൊരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാം നല്ല പ്രൊഡക്ട്സാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഫസ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു ടേബിൾ റണ്ണറാണ് കേട്ടോ. ഞാനത് കുറേ ആയിട്ട് വിഷ് ലിസ്റ്റിലിട്ട് വെച്ചൊരു പ്രൊഡക്റ്റായിരുന്നു. വളരെ റീസണബിൾ പ്രൈസിലാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 12/60 ഇഞ്ചസ് ആണ്. നമുക്കിത് ഡൈനിങ് ടേബിളിലും ടീപ്പോയിലൊക്കെ റണ്ണറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് 194 റുപ്പീസിനാണ് കേട്ടോ. സൈഡിൽ ഇതുപോലെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ, എന്തായാലും വിരിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട്. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പ്രോഡക്റ്റാണിത്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഇത് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഒരു ക്രീം ഷെയ്ഡിലാണിത് വരുന്നത്. എൻ്റെ 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ലെങ്ത്താണ് വരുന്നത്. 4 സീറ്റർ ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും, കാരണം ഈ ഒരു ഹാങ്ങിങ്സ് ഒക്കെ സൈഡിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റാണ്, വേണ്ടവർ വാങ്ങിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് വാങ്ങിച്ചൊരു ഐറ്റമാണ്. ഇപ്പോൾ കുറച്ചധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണിത്. അപ്പോൾ മിക്കവരും ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഓട്ടോമാറ്റിക് എഗ് ഡിസ്പെൻസറാണ്. അപ്പോൾ ഫുൾ മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ഇതുപോലെ 2 തട്ടിലായിട്ടാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഏകദേശം 12 മുതൽ 14 മുട്ടകൾ വരെ നമുക്കിതിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 314 റുപ്പീസാണ്. ഞാനപ്പോൾ എന്തായാലും ഇതിൽ എഗ്ഗൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കിടത്തിയിട്ടാണ് കേട്ടോ നമ്മൾ മുട്ടകൾ വെക്കേണ്ടത്. കറക്റ്റ് ഒരേ ഡയറക്ഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം, എന്നാലാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ 11 മുട്ട ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 12ാമത്തെ മുട്ടയ്ക്കൊരു വിള്ളലുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാനതിൽ വെച്ചില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ താഴ്ന്ന ഒരു മുട്ട എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള മുട്ടകൾ ഫ്രണ്ടിലോട്ട് വരും കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ എനിക്കിത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ തപ്പിപ്പിടിച്ച് വാങ്ങിച്ചതാണ്. കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് സ്പേസേ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്, വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു മോഷൻ സെൻസർ ലൈറ്റാണ് കേട്ടോ. നമ്മൾ ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും വയറിംഗ് ഒക്കെ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്കത് കബേർഡിലാണെങ്കിലും സ്റ്റെയർസിലാണെങ്കിലും അതുപോലെ തന്നെ കിച്ചൺ ക്യാബിനറ്റിൻ്റെ താഴത്താണെങ്കിലും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ USB ചാർജിങ് വയർ കൂടെ തന്നിട്ടുണ്ട്. നമുക്ക് ചാർജ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുക കേട്ടോ. ഒന്നുകിൽ നമുക്കിത് ആണിയിൽ ഹാങ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാഗ്നറ്റിക് സ്റ്റിക്കർ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഈ മാഗ്നറ്റിൽ നിന്ന് എടുത്ത് ചാർജ് ചെയ്തതിന് ശേഷം തിരിച്ച് അതേപോലെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. റെൻറ്റഡ് ഹൗസിനൊക്കെ പറ്റിയ ഐറ്റമാണ്. നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ അടിയിലൊക്കെ ലൈറ്റ് കുറവാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. എനിക്ക് ഈ ക്രോക്കറി ഷെൽഫിൻ്റെ ഓരോ ഷെൽഫിൻ്റെയും താഴത്തായിട്ട് ലൈറ്റ് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഡാർക്കുള്ള സമയമാണെങ്കിൽ 16 ഫീറ്റ് ദൂരത്തു നിന്ന് തന്നെ ഇത് മോഷൻ സെൻസ് ചെയ്തിട്ട് ലൈറ്റ് കത്താനായിട്ട് തുടങ്ങും. ഞാൻ ഈ ഒരു ഷെൽഫിൻ്റെ അടുത്ത് വന്ന് നിന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്ത് ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമ്മൾ ലൈറ്റിൻ്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞൊരു 25 സെക്കൻഡ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നതാണ്. അപ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ചെന്നാലും ഇത് കത്തില്ല. അപ്പോൾ നമുക്ക് എനർജിയും സേവ് ചെയ്യാനായിട്ട് പറ്റും.
ഇതിൻ്റെ പ്രൈസ് വരുന്നത് 194 റുപ്പീസാണ് കേട്ടോ. നമുക്കിത് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അതായത് ബെഡ് സൈഡ് ടേബിളിലോ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് രാത്രി ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്ത് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വാർഡ്രോബിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. നമ്മൾ ക്ലോസ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫും ആവും. പിന്നെ നമുക്ക് എമർജൻസി ആയിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ സ്റ്റെയറിൻ്റെ സൈഡിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ അത് ഓണാവും. നമ്മൾ നടന്ന് കുറച്ച് ദൂരം എത്തിക്കഴിയുമ്പോൾ അത് തനിയെ ഓഫാവും. അപ്പോൾ ഒരുപാട് യൂസുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരു മസ്റ്റ് ബൈ ഐറ്റം ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതും ഞാൻ ഒരുപാട് കാലമായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചൊരു ഐറ്റമാണ് കേട്ടോ. ഇതൊരു വുഡൻ മഗ് ഹോൾഡറാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു മഗ് ഹോൾഡർ ഉണ്ട്. അതിൽ 12 പീസസ് വെക്കാനായിട്ട് പറ്റും. പക്ഷേ വുഡൻ മഗ് ഹോൾഡറിന് വേറൊരു ഭംഗി തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ ഈ ഒരു കിച്ചണിലോട്ട് ഈ ഒരു കളറ് നല്ല ഭംഗിയായിരിക്കും. കാരണം വൈറ്റും ബ്രൗണും ബ്ലാക്കും ആണ് മൊത്തത്തിൽ എൻ്റെ കിച്ചണുള്ളത്. അപ്പോൾ ഇത് അസംബിൾ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഈസിയാണ്. പ്രത്യേകിച്ച് ടൂൾസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതുള്ളത്. അപ്പോൾ 6 സ്റ്റിക്കാണ് ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് 6 മഗ്ഗുകൾ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 244 റുപ്പീസാണ് കേട്ടോ. പിന്നെ ഇത് ഏത് വുഡാണെന്നുള്ളത് പ്രത്യേകിച്ചൊന്നും ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റാണ്. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ ഒരു ഡെക്കോർ ഐറ്റം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാം നല്ല പ്രൊഡക്ട്സാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.